പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഞാൻ എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നാം എല്ലാവരുമായിരിക്കുന്നത് കർത്താവ് ക്ഷേമത്തോടെയും അനുഗ്രഹത്തോടെയും കൂടെ നമ്മെ പരിപാലിക്കുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കർത്താവ് വ്യത്യസ്തമായ നിലകളിലാണ്, വ്യത്യസ്തമായ തലങ്ങളിലാണ് ഓരോ വ്യക്തികൾക്കും വിടുതലുകൾ പകരുന്നതും രോഗസൗഖ്യങ്ങൾ പകരുന്നതും. അതെ, ഉടനീളം വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രവാചകന്മാരിലൂടെയും അഭിഷക്തന്മാരിലൂടെയും അപ്പോസ്തോലന്മാരുടെയും യേശു കർത്താവും ചെയ്ത വിടുതലുകൾ വ്യത്യസ്ത നിലവാരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെയും നോക്കി ഒരു പ്രവചന ശബ്ദം ഞാൻ കൈമാറി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പകർന്നു കൊടുത്ത നിലയിലല്ല, മറ്റു പലർക്കും ലഭിച്ച നിലയിലുള്ള ഒരു വിടുതലല്ല, വ്യത്യസ്തമായ നിലയിലുള്ള ഒരു വിടുതൽ താങ്കളുടെ ലൈഫിൽ, താങ്കളുടെ വീടിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക. അതെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 15-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്ന് അവൻ്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. വളരെ പരിചിതമേറിയ തിരുവചന ഭാഗമാണ്. നയമാൻ എന്ന പരാക്രമശാലി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ കുഷ്ഠരോഗം മാറുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്: ഇസ്രായേലിലല്ലാതെ ഇങ്ങനെ സ്തോത്രം ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് അറിയുന്ന തലത്തിൽ തനിക്ക് വേണ്ടി കർത്താവ് വിടുതൽ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. 5-ാം അധ്യായം 1-ാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അപ്പോൾ അരാം രാജാവിന് താൻ മുഖാന്തരം ജയം നൽകി. അപ്പോൾ അതീവ ശ്രേഷ്ഠനായ ഒരു നയമാൻ, അതീവ ശ്രേഷ്ഠനായ ഒരു സേനാപതി, താൻ മുഖാന്തരം യുദ്ധത്തിൽ ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നിലവാരം. പക്ഷെങ്കിൽ തനിക്ക് കുഷ്ഠരോഗം ബാധിച്ച് മറ്റൊരാളുടെ മുൻപിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത നിലയിൽ പാളയത്തിന് ന്യായപ്രമാണ പ്രകാരം പാളയത്തിന് പുറത്താകണമെന്നുള്ള നിയമവ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നു. ദൈവത്തിന് ഇഷ്ടം. പക്ഷെങ്കിൽ തനിക്ക് കാശുണ്ടാകാം, ഏതൊരു സ്ഥലത്ത്, ഏതൊരു രാജ്യത്ത് ഇതിനൊരു ചികിത്സ ഉണ്ടെങ്കിലും അത് ചെയ്യുവാനുള്ള ആസ്തി അല്ലെങ്കിൽ അത് ചെയ്യുവാനുള്ള പണം ഈ നയമാൻ ചോദിച്ചാൽ അല്ലെങ്കിൽ നയമാൻ തേടിയാൽ ലഭിക്കും. അതുപോലെ മാന്യനും മഹാനുമായ ഒരു വ്യക്തി കുഷ്ഠരോഗിയായി മാറി. ഒന്നുകൂടെ പറഞ്ഞാൽ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. തന്നെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്ന ഒരു പദമാണ്, ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും മറ്റൊരു ദൈവമില്ല എന്ന് പറയത്തക്ക നിലയിൽ തനിക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഒത്തിരി പണം കാണും, ഒത്തിരി ബന്ധങ്ങൾ കാണും. എന്നാൽ നാം ചിന്തിക്കുന്നത് പോലോ നാം ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് പോകാൻ കഴിയാതെ സാഹചര്യ സമ്മർദ്ദങ്ങൾ നമ്മെ വലച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവിന്റെ കരം ആ വിഷയത്തിൽ ഇടപെടുമെന്ന് ഞാൻ ആത്മാവിൽ ദൈവവചന അടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അതേ, ഇവിടെ വായിക്കുന്നത് അരാം രാജാവിന് ജയം നൽകിയത് കൊണ്ട് അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്നൊരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. അവൾ തൻ്റെ യജമാനൻ ശമരിയായിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠരോഗത്തിന് സ്തോത്രം കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറയും. അപ്പോൾ നയമാന്റെ വീടിനകത്ത് കൊണ്ടുവന്നൊരു ചെറിയ പെൺകുട്ടി മുഖാന്തരം നയമാൻ ജീവിതത്തിൽ അന്നുവരെ അനുഭവിച്ച വേദനയ്ക്കും പ്രതിസന്ധിക്കും ഒരു പരിഹാരം ഉണ്ടാക്കുകയാണ്. അതെ, ഇന്ന്
ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി ചിലരെ ഒരുക്കുന്ന, നമുക്ക് വേണ്ടി ചിലരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ചലിക്കുന്നുണ്ട്. നാം എത്ര തേടിയിട്ടും, നാം എത്രമാത്രം സ്തോത്രം ആകാംക്ഷയോടിരുന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ടും മാറത്തില്ല എന്ന് വെല്ലുവിളിച്ച, മാറത്തില്ല എന്ന് പറഞ്ഞ ചില പ്രതിസന്ധിയുടെ മേൽ, ചില രോഗത്തിന്റെ മേൽ, ചില ദുഃഖങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വചനാടിസ്ഥാനത്തിൽ കൈമാറുന്നു. ചിലരെ നിന്റെ വീടിനകത്ത്, ചിലരെ നിന്റെ ലൈഫിനകത്ത്, ചിലരെ നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്ത് സ്തോത്രം അതിനൊരു പരിഹാരം വരുത്തുവാൻ കർത്താവിന് കഴിയും. പരാക്രമശാലിയായ നയമാന്റെ വീടിനകത്ത് കവർച്ചപ്പടയായി പിടിച്ചുകൊണ്ടുപോയിരുന്ന ഒരു ചെറിയ പെൺകുട്ടി മുഖാന്തരം അവന്റെ വിഷയത്തിനകത്ത് പരിഹാരമുണ്ടാകുന്നു. അവൾ യജമാനത്തിയുടെ കാര്യം ബോധിപ്പിക്കുമ്പോൾ, സ്തോത്രം യജമാനത്തി നയമാനോട് ആ കാര്യം പറയുമ്പോൾ പോലും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സകലതും പരിശ്രമിച്ചു, സകല പരിശ്രമങ്ങളും നീ കഴിഞ്ഞു, ഈ പെൺകുട്ടി പറഞ്ഞതും കൂടെ ഒന്ന് പരിശ്രമിച്ചു നോക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് സ്തോത്രം രാജാവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത്. അത് മുഖാന്തരം ശമര്യയിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ ശമരിയായി ചെന്ന് എലീശാ പ്രവാചകന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എലീശാ പ്രവാചകൻ പറയുന്നൊരു പദം ആ 10ാമത്തെ വേദഭാഗത്തിൽ കാണുന്നു. എലീശ ആളയച്ച്, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അപ്പൊ ഇവിടുത്തെ എലീശാ പ്രവാചകൻ മറ്റൊന്നുമല്ല ചെയ്യുന്നത്, മറ്റൊന്നും പറയുകയല്ല. എലീശാ പ്രവാചകൻ നീ എന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, നിന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ മാറി, നിന്റെ ശരീരത്തിൽ നീ ഫേസ് ചെയ്യുന്ന, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ മാറി, വിടുതൽ പകരും എന്ന് നിശ്ചയമായി പറയുകയാണ് പ്രവാചകൻ. എന്നാൽ ആൾബലമുള്ള പരാക്രമശാലിയായിരിക്കുന്ന നയമാൻ അവിടെ പറയുന്നത്, ക്രോധം കയറിയിട്ട് നയമാൻ പറയുന്നത് സ്തോത്രം വേറെ നദികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ, വേറെ സ്തോത്രം ശുദ്ധമായ നദികളിൽ ചെന്ന് മുങ്ങാൻ ഇല്ലാത്തത് കൊണ്ടാണോ ഈ കലങ്ങി മറിഞ്ഞ യോർദാനിൽ ചെന്ന് മുങ്ങണമെന്ന് പറയുന്നത്? പ്രിയരെ, അവിടെ നമുക്ക് ശ്രദ്ധേയമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഒന്ന്, അനുസരണ മനോഭാവത്തോടെ കർത്താവ് പറയുന്ന വിഷയത്തെ അതേപോലെ അനുസരിക്കാൻ തയ്യാറുള്ളവനെ സ്തോത്രം അധികം വൈകാതെ തന്നെ വിടുതൽ പകർന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു മഹാദൈവത്തിന്റെ കരം ചലിക്കുമെന്നുള്ളത് വാസ്തവമായി തിരുവചനാടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അനുസരിക്കുന്നവനെ ആദരിക്കുന്ന ദൈവത്തിന്റെ കരമാണ് നമ്മളോടൊപ്പം ചലിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നയമാനോട് എലീശാ പ്രവാചകൻ പറയുകയാണ്, നീ എന്ത് ചെയ്യണം? 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങണം. ദൈവത്തിന് സ്തോത്രം. കൂടെ നിന്നവർ പറഞ്ഞു, യജമാനനെ ഇതിലും വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ നീ അത് ചെയ്തു കൊടുക്കത്തില്ലേ, ചെയ്യത്തില്ലേ? പിന്നെ ഈ ഒരു ചെറിയ കാര്യം ചെയ്യാനാണോ സ്തോത്രം നിനക്ക് ബുദ്ധിമുട്ട്? ഒന്നവിടെ വലിയൊരു അനുസരണ മനോഭാവത്തെ കാണുകയാണ്. ആ ചെറിയ പെൺകുട്ടി പറയുമ്പോൾ നിസാരമായി തള്ളിക്കളയാതെ, നിസാരമായി അതിനെ സ്തോത്രം കാണാതെ, അതിനെ വലിയ കാര്യമായി കണ്ട 1ാമത്തെ വിഷയത്തിൽ നമ്മളോട് ദൈവവചനാടിസ്ഥാനത്തിൽ ഉപദേശിക്കുന്ന സ്തോത്രം കാര്യങ്ങളെ നിസാരമായി കാണാതെ അതിനെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതിന് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് പൂർണ്ണ നിശ്ചയത്തോടെ വിശ്വസിക്കാൻ തയ്യാറാകണം. 2ാമത് ദൈവവചനത്തിൽ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകുക. അനുസരിക്കാൻ തയ്യാറുള്ളവനെ ആദരിക്കാൻ തയ്യാറാകുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങുവാൻ പറഞ്ഞപ്പോൾ, കുളിക്കുവാൻ പറഞ്ഞപ്പോൾ ആദ്യം അല്പം തടസ്സം പറഞ്ഞെങ്കിലും വീണ്ടും അതുപോലെ ചെയ്യാൻ തയ്യാറായപ്പോൾ 15ാം വാക്യത്തിൽ പറഞ്ഞു, പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ വന്നു. എന്നാണ് തനിക്ക് നാളിതുവരെ താൻ അനുഭവിച്ച, നാളിതുവരെ താൻ ഫേസ് ചെയ്ത പ്രതിസന്ധികൾക്കകത്ത് ദൈവിക വിടുതൽ തന്റെ ശരീരത്തിനകത്ത് ചലിച്ചത് താൻ കാണുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. നാളിതുവരെ അങ്ങ് ഫേസ് ചെയ്ത, നാളിതുവരെ അങ്ങ് ചുമന്നുകൊണ്ട് നടന്ന, നാളിതുവരെ ഇതിനൊരു പരിഹാരമില്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങളെ നോക്കി ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവവചനത്തെ വിശ്വസിക്കാൻ തയ്യാറാകുന്ന, ദൈവവചനത്തെ അനുസരിക്കാൻ തയ്യാറാകുന്നവനെ ദൈവം വ്യത്യസ്ത നിലകളിൽ അനുഗ്രഹിക്കുവാൻ, വ്യത്യസ്ത നിലകളിൽ താങ്കൾക്ക് വിടുതൽ തരുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ നയമാൻ പറയുകയാണ്, അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം 7
യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, അനുസരിക്കുന്നവനെ ആദരിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അങ്ങയുടെ വീടിനകത്ത്, അങ്ങ് ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾക്കകത്ത്, അങ്ങ് ആരോടും പറയാതെ എന്തു ചെയ്യണമെന്ന ആലോചനയിൽ വേദനപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്ത് വ്യത്യസ്ത തലങ്ങളിൽ അങ്ങയ്ക്ക് വേണ്ടി വിടുതൽ ചെയ്യുവാൻ കരുത്തോടെ ആ മിശ്രുദ്ര ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. അതേ ദൈവപ്രവർത്തിക്ക് വേണ്ടി വിശ്വാസത്തോടെ, അനുസരണ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. അതേ വലിയ ദൈവപ്രവർത്തികൾ വ്യത്യസ്ത തലങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കായിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. God bless you. Thank you.